വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഹെയർ വാഷ് റൊട്ടീൻ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഹെയർ വാഷ് റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലായിട്ട് ചെയ്യുന്ന ഒരു ഹെയർ വാഷ് റൊട്ടീനാണ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളുടെ ഹെയർ ഫോളും അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ നന്നായിട്ട് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹെയർ വാഷ് റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് എൻ്റെ ഹെയർ വാഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 2-3 ദിവസത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്തിട്ട്. എനിക്ക് അങ്ങനെ എപ്പോഴും ഹെയർ വാഷ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എൻ്റെ ഹെയർ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ എപ്പോഴും വാഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നൊരു ഹെയർ കെയർ റൊട്ടീനാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നല്ല രീതിക്ക് എൻ്റെ താരനും മുടി കൊഴിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹെയർ കെയർ റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഈ ചാനലും എന്നൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. വേഗം നമ്മളുടെ ഈ ഒരു ചാനൽ കണ്ടു നോക്കാം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ ഫാമിലിയിൽ കൂടിക്കോളാം കേട്ടോ. അപ്പോൾ നമുക്കൊട്ട് സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഹെയർ വാഷ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഓയിലി ഡേ എന്നും കൂടി വേണമെങ്കിൽ പറയാം കേട്ടോ. ഇന്ന് ഞാൻ അങ്ങോട്ട് വെളിച്ചെണ്ണ ഇട്ടിട്ട് പൊത്തണ ദിവസമാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഇഷ്ടമില്ല, വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്തേക്കൂട്ടോ. കാരണം ഇത് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ഹെയർ കെയർ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഉപയോഗിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്യുക. അത്രയ്ക്കും അടിപൊളിയാണ് നമ്മുടെ ഈ ഒരു ഹോട്ട് ഓയിൽ മസാജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട്, നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫ് ഒക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ട് നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റൊട്ടീനാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ ഓയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഞാനിവിടെ മുകളിൽ കാർഡിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏത് ഹെയർ ഓയിലാണ് ഉള്ളത് അത് എടുക്കുക കേട്ടോ. അത് ഞാൻ ഇതേപോലെ ഇങ്ങനെ അല്പമല്ല കുറച്ച് കൂടുതലാണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്തതിന് ശേഷം നമ്മളിതൊന്ന് എന്താ പറയുക ചൂടാക്കണം. അപ്പോൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതേ ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് എന്നെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മളിത് അതിൽ നിന്ന് എടുക്കുക. ഇനി നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഹെയർ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ. അപ്പോൾ ഈ ചൂടാവുന്ന സമയത്ത് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഹെയർ ഓയിൽ അങ്ങനത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ടാവും. ഇതിങ്ങനെ ചൂടാവുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയ ആ ടൈമിലുള്ള സ്മെല്ലില്ലേ അതിങ്ങനെ ഭയങ്കരമായിട്ടുണ്ടാവും. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ സ്കാൽപ്പിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എന്താ പറയുക പഞ്ഞി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ല രീതിക്ക് എത്താൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഓണാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും നേരം അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്തിരുന്നത്. നോക്കുമ്പോൾ വീഡിയോ ഓണായിരുന്നില്ല. അപ്പോൾ ഒക്കെ ഞാൻ വീണ്ടും കാണിക്കാം. ഞാനിപ്പോൾ ഒരു പഞ്ഞി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സ്കാൽപ്പിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ഹോട്ട് ഓയിൽ മസാജിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിക്ക് കൂട്ടിയിട്ട് നമ്മളുടെ ഹെയർ ഒക്കെ നല്ല രീതിക്ക് വളരാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ നമ്മളുടെ കൊഴിഞ്ഞു പോയിട്ടുള്ള ഹെയർ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വരാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറേ ബേബി ഹെയർസ് ഉണ്ട് കേട്ടോ. ഈ കണ്ണേരിയയിലും ഇവിടെ ഒക്കെ നിറച്ചും ബേബി ഹെയർസാണ്. ഇതിപ്പോൾ എണ്ണയായ കാരണം ഇവിടെ പുറത്തേക്ക് വരില്ല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഇവിടെയൊക്കെ ഫുള്ള് ബേബി ഹെയർസാണ് എൻ്റെ. ഇവിടെ വേണ്ട അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഹോട്ട് ഓയിൽ മസാജിങ് നിർബന്ധമായിട്ടും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതേ നല്ല രീതിക്ക് തന്നെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നല്ല രീതിക്ക് തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുക. ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സ്കാൽപ്പിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാട്ടോ. ഒരു 5-10 മിനിറ്റോളം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാട്ടോ. അപ്പോൾ ഇതേ നല്ല രീതിക്ക് തന്നെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പം നമ്മൾ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയറിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല രീതിക്ക് തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നല്ല ഡ്രൈ ഹെയർ ആണെങ്കിലും അല്ലെങ്കിലും ദിവസം നമ്മൾ ഈ ഹെയർ ഓയിൽ അപ്ലൈ ദിവസമല്ല ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിട്ട് ഈ ഹെയർ ഓയിൽ നല്ല രീതിക്ക് നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തിനൊക്കെ ആയിട്ട്. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എന്താ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിതിങ്ങനെ തുമ്പത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും, കാരണം എൻ്റെ തുമ്പൊക്കെ ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ഥലം ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പാക്ക് ഇടലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊക്കെ കൂടുമ്പോഴൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പാക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റം പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റം പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു ഐറ്റം ഞാൻ കൈ കരുതിയുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ വന്നിട്ടുള്ള കറ്റാർ വാഴയാണ്. അപ്പം എല്ലാവരുടെ മിക്ക ആൾക്കാരും വീട്ടിൽ വാർപ്പിൻ്റെ മുകളിൽ അങ്ങനെയൊക്കെ ആയിട്ടാവും കറ്റാർ വാഴ അല്ലേ, ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ കറ്റാർ വാഴ പൊട്ടിക്കേണ്ടതിലേക്ക് വേണ്ടത് ഒരു കറ്റാർ വാഴ വേണം. പിന്നെ എന്താ വേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടുന്ന് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അയ്യോ, ഓക്കെ. അപ്പോൾ ഈ ഒരു കറ്റാർ വാഴ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ നമ്മുടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോണത് ഒരു ഹെയർ പാക്കാണ്. ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഐറ്റം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ. അത് ഞാൻ എപ്പോഴും ഒരാഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊക്കെ ആയിട്ട് എപ്പോഴും ചെയ്യാറുള്ള ഒരു ഹെയർ പാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ പാക്കിലേക്ക് ആവശ്യമുള്ള ഐറ്റം വന്നിട്ട് നമ്മളുടെ ഈ ഒരു കറ്റാർ വാഴ വേണം, അതേപോലെ തന്നെ സവാള വേണം. അപ്പോൾ സവാള 2 ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം വേറെ ഒന്നല്ല, ഇത് ചെറുതാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ഇതൊന്നുകൂടി വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മതി. ഞാനിപ്പോൾ ഇത് കുഞ്ഞേതായ കാരണം എൻ്റെ ഹെയറിലേക്ക് 2 വേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഈ ഒരു കറ്റാർ വാഴ എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ആ വെള്ളമാണ് ഇനി നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഞാനിത് എന്തായാലും അരിച്ചിട്ട് വരാട്ടെ. ഇത് സെപ്പറേറ്റ് ആയിട്ട് അരിക്കണം. ആദ്യം ഇത് മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ നീരെടുത്തതിന് ശേഷം ആ ഒരു നീരും ഈ ഒരു ജെല്ലും കൂടിയിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക മിക്സായി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും അടിച്ചിട്ട് വരാം. അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. നമ്മുടെ താരം പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു പാക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെയർ നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക കേട്ടോ. ആ ഒരു കറ്റാർ വാഴയും നമ്മളുടെ ഈ ഒരു സവാള നീരും കൂടിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ പാക്ക് ഇരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിനി അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ സ്കാൽപ്പിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അപ്ലൈ ചെയ്ത ഭാഗത്ത് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും കൂടിയും ചെയ്തേക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊട്ടി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ തട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ഭാഗം ഇങ്ങനെ ഇഴയെടുത്തിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി.
അപ്പം ഞാനിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇത്രയും നീറ്റ് ഉണ്ടാവാറില്ല. ഈ ഒരു സവാള ഭയങ്കര നീറ്റുണ്ട്, കണ്ണൊക്കെ ഭയങ്കരമായിട്ട് എരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് വന്നിട്ട് നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഡാൻഡ്രഫ് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും ഹെയർ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ആഴ്ചയിലൊക്കെ ചെയ്യുന്ന ഒരു പാക്കാണ്. എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആവശ്യമോ അങ്ങനെ ഒന്നും വരുന്നില്ല. നമുക്ക് എന്താ വീട്ടിലുള്ള കറ്റാർവാഴ ഉണ്ട്, മിക്ക ആൾക്കാരുടെ വീട്ടിലിപ്പോൾ ഉള്ള ഐറ്റം ആയിരിക്കും കറ്റാർവാഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കറ്റാർവാഴ എടുക്കുക, സവാള എടുക്കുക, രണ്ടിൻ്റെയും നീര് മിക്സ് ചെയ്യുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ചെയ്യുക. അടിപൊളിയായിട്ടുള്ളൊരു പാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റോളം ഞാനിത് ഹെയറിൽ വെക്കും. എന്നതിന് ശേഷം ഞാൻ വാഷ് ചെയ്ത് കളയും കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പാക്ക് തലയിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ആയ കാരണം നമ്മൾ എന്തായാലും കുളിക്കാൻ പോകുമ്പോഴല്ലേ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക. കുളിക്കാൻ പോകണിട്ട് മുന്നല്ല അപ്ലൈ ചെയ്യുക. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ആകെ എല്ലായിടത്തേക്കും ഇങ്ങനെ ഒലിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, അങ്ങനെ മേലൊന്നും ആവില്ല. പക്ഷെ ഞാൻ ഫുള്ളായിട്ട് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ ഇങ്ങനെ ആകെപ്പാട് ഒലിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ പാക്ക് ഇടുമ്പോൾ ഇങ്ങനെയാണ് ഇടുക. ഈ ഒരു പാക്ക് ഇട്ടാൽ ഞാൻ എണ്ണയൊക്കെ തേച്ചിട്ട് നമ്മൾ പിന്നെ കുളിക്കാൻ പോവില്ല, പിന്നെ വലിയ ഇഷ്യമില്ലല്ലോ. അപ്പോൾ ഓക്കെ, ഞാനിനി കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ കുളിക്കുമ്പോൾ ഞാൻ ഷാമ്പു ഉണ്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ സ്വതവേ നമ്മളുടെ താളി ഉണ്ടല്ലോ അതാണ് യൂസ് ചെയ്യാറ്. നമ്മളുടെ മുന്നത്തെ വീഡിയോസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ താളിപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള താളിപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. താളിപ്പൊടിയായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഉപയോഗിക്കാം. ഒരു ഷാമ്പു യൂസ് ചെയ്യണ പോലെ തന്നെ നമുക്കിങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ താളിപ്പൊടി കഴിഞ്ഞിരിക്കുകയാണ്. അത് കാരണം തന്നെ ഞാനിപ്പോൾ ഒരു ഷാമ്പു ആട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷാമ്പു വന്നിട്ട് ഞാൻ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് എന്താ പറയുക, എനിക്ക് അത്ര അത്യാവശ്യമായ കാരണം ഞാൻ പോയി വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മൾ ഓണത്തിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ടൈമിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഷാമ്പു അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ ഈ ഒരു ഷാമ്പുവിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇത് എന്താ പറയുക, ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല, നല്ലതാണോ എന്നും എനിക്കറിയില്ല. പക്ഷേ ലോറിയലിൻ്റെ ആണ് സംഭവം. ലോറിയലിൻ്റെ വലിയ കുഴപ്പമില്ലാത്ത ഷാമ്പു ആണെന്ന് തോന്നുന്നില്ലേ. പക്ഷെ നമ്മൾ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മറ്റേ സൾഫേറ്റ് ഫ്രീ, എന്താ പറയുക, പാരബൻ ഫ്രീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ. ഇത് എനിക്ക് അങ്ങനത്തെ ഇല്ലാത്ത കാരണം അത്യാവശ്യമായ കാരണം വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ലോറിയലിൻ്റെ ഒരു ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു ഫോർ എക്സാമ്പിളിന് വേണ്ടി എടുത്ത ഷാമ്പു എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ നിറച്ച് എണ്ണ തേച്ചിരിക്കുകയല്ലേ, അപ്പോൾ ആ സമയത്ത് അത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഈ ഒരു ഷാമ്പു എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതേ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഫുള്ളും ഇല്ല കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ? അയ്യോ, അര കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഷാമ്പു ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ആവശ്യം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ ഹെയറിന് ഇത്ര ഓക്കെ, ഇത്ര ആവശ്യം. പിന്നെ നമ്മൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുളിക്കുന്ന സമയത്തേക്ക് വീണ്ടും ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നതിന് ശേഷം നമ്മളിത് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്ക ആൾക്കാരും ചെയ്യുന്നുണ്ടായിരിക്കും. ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഉപകാരപ്പെടുമല്ലോ വെച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത്. ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഹെയറിൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഷാമ്പു ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഹെയർ ഫ്രിസി ആക്കാനും ചാൻസ് ഉണ്ട്, ഡാമേജ് ആക്കാനും ചാൻസ് ഉണ്ട്. അത് കാരണം തന്നെ അങ്ങനെ യൂസ് ചെയ്യാതെ ഇതേപോലെ വെള്ളത്തിൽ നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം വേണം നമ്മളുടെ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിത് എന്തായാലും പോയിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് വരട്ടെ. ഓക്കെ, അപ്പം ഇനി ഹെയർ വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്നതാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഷാമ്പു എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു നമ്മളുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും ചെയ്യും. അതേപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോകാനും പൊട്ടി പോകാനും ഫ്രിസി ആവാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആഡ് ആക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല രീതിക്ക് തന്നെ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്കാൽപ്പിലാണ് കേട്ടോ ഈ ഷാമ്പു നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ സ്കാൽപ്പിലാണല്ലോ നമ്മൾ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ബാക്കിയാണ് നമ്മളിങ്ങനെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഹെയറിലേക്കായിട്ട് വേറെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഹെയർ അത്രയും ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ താഴോട്ട് ഇങ്ങനെ കൊണ്ടുവരിക കേട്ടോ. ഇങ്ങനെ അമർത്തി കൊണ്ടുവരിക. ഇങ്ങനെ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമ്മൾ കുളിക്കുന്ന സമയത്ത് മുടി പൊട്ടി പോവുകയും ചെയ്യും, കൊഴിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ
അങ്ങനെ മുടി കൊഴിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അമർത്തി അമർത്തി താഴത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. പിടിച്ച് വലിക്കരുത് കേട്ടോ, അങ്ങനെ മെല്ലെ മെല്ലെ താഴത്തേക്ക് കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ ഞാനിതേ ഹെയർ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്, കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര കൂളിംഗ് ആട്ടോ, നമ്മളുടെ സ്കാൽപ്പൊക്കെ ഭയങ്കര കൂളായിട്ടുണ്ടാവും. നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു റൂട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുക, സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ താരം പോകാൻ വേണ്ടിയിട്ട്, മുടി കൊഴിച്ചലിനും മുടി നല്ല തിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യണത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അത് നിങ്ങൾക്ക് മടിയാന്ന് അറിയാം, എന്നാലും ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് വേറെ ഒന്നുമല്ല, മടി കലേശം നേരം മാറ്റി വെച്ചിട്ട് എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതുവരെയായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്ത് വെച്ചേക്ക്. വെറുതെ അവിടെ കിടന്നോട്ടെ, നല്ല നല്ല വീഡിയോസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കാണാമല്ലോ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ഒന്നും വരില്ല കേട്ടോ. കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് നിങ്ങൾക്ക് അപ്പോൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തും ചെയ്യും, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാനും പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും മറക്കാതെ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.